ഹലോ, അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഈ ഇന്ത്യൻ ട്രഡീഷണൽ ലുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഞാൻ ആദ്യം ഉപേക്ഷിക്കാനായിട്ടിരുന്നതാണ്, അതിനകത്തൊന്നും ഇല്ലയെന്ന് കരുതി. അപ്പോഴാണ് ഞാനത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഇത്രയും സൺസ്ക്രീൻ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ കളയണ്ടല്ലോ. ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രീ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോവുകയാണ്. നാളെയാണ് എൻഗേജ്മെൻറ്റ്. ഇന്ന് വൈകുന്നേരം ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഫേസിൽ കൺസീലർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കൺസീലർ ഞാൻ പിമ്പിൾസ് ഉള്ളിടത്ത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ വല്ലാണ്ടാവും, ഓയിലി സ്കിന്നായത് കാരണം. അത് കാരണം ഞാൻ നമ്മുടെ പിമ്പിൾസ് ഉള്ളിടത്ത് മാത്രം. ഇനി ഞാനൊരു ധാവണിയാണ് എടുക്കാൻ പോകുന്നത്. അമ്മ വന്നിട്ട് വേണം ഉടുക്കാൻ. അടുത്തതായിട്ട് നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാനിങ്ങനെ പുറത്ത് പോകുമ്പം, കോളേജിലൊന്നും പോകുമ്പം ഐ ഷാഡോ ഇടാറേ ഇല്ല. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷന് പോവല്ലേ, അത് കാരണം ഞാൻ കുറച്ച് ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ മാക്സിമം ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൈകൊണ്ട് ഐ ഷാഡോ ഇടുമ്പോൾ തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ റെനയുടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ലിപ് ബാം ട്രിവാൻഡ്രത്ത് വെച്ച് മറന്നുപോയി. അതുകൊണ്ട് ചുണ്ടിനൊരു മോയ്സ്ചറൈസേഷൻ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഈ റെനയുടെ ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലതായിട്ട് നമ്മുടെ സ്കിന്നല്ല ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ വേറെ ബ്രൈറ്റ് കളർ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഐബ്രോസ് ത്രെഡൊന്നും ചെയ്തിട്ടില്ല. കോളേജ് തുറക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അതിന് മുമ്പേ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഐബ്രോസ് വളർത്തുകയാണ്. ഞാനിപ്പം ഐബ്രോസ് ഞാൻ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ ഫേസിനൊരു ലിഫ്റ്റ് അനിവാര്യമാണ് എപ്പോഴും. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ കൺസീലർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ നല്ല കവറേജുള്ള കൺസീലേഴ്സൊക്കെ ആകുമ്പം, കവറേജിൻ്റെ അല്ല, നമുക്ക് ആ ഒരു ബ്ലെൻഡിങ്ങിൻ്റെ ആർട്ട് അറിയാമെങ്കിൽ നമ്മുടെ പിമ്പിൾസൊക്കെ കൺസീലർ കൊണ്ട് ഈസി ആയിട്ട് മറയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളൊരു സ്പ്യൂലി എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഐബ്രോസിൻ്റെ ഫ്രണ്ട് പാർട്ടില്ലേ, അതായത് സെൻട്രൽ പാർട്ട്, അവിടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മുകളിലോട്ടെന്നുള്ള രീതിയിൽ സ്പ്യൂലി എഴുതി കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിഫൈൻഡ് ലുക്ക് വരും. പിന്നെ നമ്മളൊരു പൊട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ട് ഇട്ടപ്പോഴത്തേനും മൊത്തത്തിൽ ലുക്ക് ചേഞ്ച് ആയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊട്ട് ഇടുന്ന ലുക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നൈക്കയുടെ ഈ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ആ പേര് ഞാൻ മോളിൽ കൊടുത്തേക്കാം. ഈ ലിപ്സ്റ്റിക്ക് ആക്ച്വലി ഞാൻ സ്ഥിരം കോളേജിൽ ഇട്ടുകൊണ്ട് പോകുന്ന ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് മുതൽ ഡാർക്ക് റെഡ് വരെ പല ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ബ്ലഷ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ. അടുത്തായിട്ട് നമ്മൾ അക്സസറൈസേഷൻ ചെയ്യാൻ പോവാണ്. വളയിട്ടിട്ടുണ്ട്. വളയിട്ടതിന് ശേഷം നമ്മൾ ഇനി മുടി കെട്ടാൻ പോവാണ്. മുടി കെട്ടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മുടിയിൽ സ്ട്രീക്സിൻ്റെ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സിറം യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാനൊരു തുള്ളി എന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം എൻ്റെ മുടി ഓൾറെഡി നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി കെട്ടാൻ പോവാണ്. ഈ ഹെയർ സ്റ്റൈൽ ആക്ച്വലി ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് എനിക്കവിടെ ഇങ്ങനെ ആ ഒരു തലയോട്ടിയുടെ കുറച്ച് സ്പേസ് കാണുന്നത് ആക്ച്വലി എനിക്കിഷ്ടമാണ്. കാരണം എനിക്ക് നെറ്റ് കുറവായതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ കാണുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനതങ്ങനെ കാണാൻ വേണ്ടി തന്നെയാണ് അത്ര സ്ട്രോങ് ആയിട്ട് അവിടെ പിടിച്ചു വെച്ച് മുടി കെട്ടുന്നത് എപ്പോഴും. കാരണം എനിക്ക് സൈഡിലൊട്ടും നെറ്റിയില്ലല്ലോ, സെൻറ്ററിലാണ് കുറച്ചെങ്കിലും നെറ്റി ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ സൈഡിലും ഇങ്ങനെ തന്നെ കെട്ടുന്നുണ്ട്. ഞാൻ ഒരു ഇന്ത്യൻ ലുക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ പൊക്കി കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഒരു സൈഡിൽ മാത്രം വെസ്റ്റേൺ ലുക്കിൻ്റെ കൂട്ടത്തിൽ ചെയ്യാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ബ്രേസ്ലെറ്റ് ഞാനൊരു ചോക്കറായിട്ട് ഇടുകയാണ്. ഇത് ഞാൻ ബ്രേസ്ലെറ്റ് ആയിട്ടിടും, ചോക്കറായിട്ടിടും. ഈ മറ്റേ നമ്മുടെ ബ്രേസ്ലെറ്റിൽ നിന്ന് റിംഗ് ആയിട്ട് വരുന്ന ആ എക്സ്റ്റൻഷനുള്ള സാധനമില്ലേ, അതായിട്ടിടും. ഇങ്ങനെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഒരു 50,000 സംഭവങ്ങൾ മാറ്റി ചെയ്യാറുണ്ട്. ഒരു സ്റ്റൈലിഷ് ടൈപ്പില്ലേ. അപ്പം അങ്ങനെ വേണ്ടേ. പിന്നെ അമ്മ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിരുന്ന് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്പ്രഷനാണിത്. പിന്നെ ഞാൻ ഇവിടുത്തെ എൻ്റെ ബ്യൂട്ടി തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ കാണാം. ബൈ.